ഈ ഗ്രാമത്തിലെ എല്ലാ മുതിർന്ന പെൺകുട്ടികളെയും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പർവ്വതത്തിലേക്ക് കയറ്റിവിടുന്നു. ഗ്രാമത്തിലെ എല്ലാ മുതിർന്ന തലവന്മാരും പെൺകുട്ടികളുടെ ശരീരഘടന വിശകലനം ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് കയറ്റിവിടുക. പോകുന്നതിന് മുമ്പായി പെൺകുട്ടികളുടെ കണ്ണുകൾ മൂടിക്കെട്ടും. ദൈവത്തിന്റെ കുഞ്ഞുമായി വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. അവരൊക്കെ വളരെ ക്ഷീണിതരുമായിരിക്കും. അതുപോലെ തന്നെ 6 മാസത്തിൽ കൂടുതൽ അവരാരും ജീവിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ പെൺകുട്ടികളെ കൊണ്ട് അവിടം വിടുന്നു. ഈ പെൺകുട്ടിക്ക് ദൈവത്തിന്റെ ഭാര്യയാവാൻ താല്പര്യമുണ്ടെന്ന് ഗ്രാമത്തലവനോട് അറിയിക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അവളുടെ സഹോദരി ദൈവത്തിന്റെ വധുവാൻ ശ്രമിച്ചതാണെന്നും അതുകൊണ്ട് അവൾക്ക് ഇത്തവണ അവസരമില്ല എന്നും അയാൾ അറിയിക്കുന്നു. എന്നാൽ നിരന്തരമായി അവൾ അഭ്യർത്ഥന തുടർന്നപ്പോൾ അയാൾ കുടിലതയോടെ ഒന്ന് ചിരിച്ചിട്ട് അതിന് സമ്മതമറിയിക്കുന്നു. ശരിക്കും അവൾ തന്റെ സഹോദരിയുടെ മരണത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദൈവത്തിന്റെ ഭാര്യയാവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രാമത്തലവന്റെ അധീനതയിലുള്ളൊരു സ്ത്രീ അവൾക്ക് അവിടേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവളെ ചെക്ക് ചെയ്യാൻ മാത്രമല്ല അവളുടെ സാധനങ്ങളും അവർ ചെക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതേസമയം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചിരുന്ന കുറെ ബുക്കുകൾ അവർ കാണാൻ ഇടപെടുന്നു. ഇതെന്തൊക്കെയാണെന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ കുഞ്ഞിനെ വഹിച്ചു കഴിഞ്ഞ ഒരു പെൺകുട്ടികളും 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നിട്ടില്ല. അപ്പോൾ തനിക്ക് തന്റെ ശരീരം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്കുകൾ വായിക്കുന്നതെന്ന് അവൾ വിശദീകരിച്ചു. ദൈവവുമായിട്ടുള്ള വിവാഹ ചടങ്ങിന് ശേഷമുള്ള രാത്രിയെപ്പറ്റി സ്ത്രീ അവരോട് വിവരിക്കുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവളുടെ ജീവൻ തന്നെ പകരമായി പോകുമെന്ന് അവർ അവളോട് ഓർമ്മിപ്പിക്കുന്നു. ശേഷം കുളിച്ച് റെഡിയായി വരാൻ അവളോട് പറയുന്നു. ആ സമയത്താണ് അവളുടെ ബുക്കിനിടയിൽ നിന്ന് ഒരു ബോക്സിൽ നിന്ന് ട്രാക്കിംഗ് ഡിവൈസുകൾ അവർ കണ്ടെത്തുന്നത്. അതിനുശേഷം ശരീരഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമത്തലവന്മാരുടെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകാൻ ആ സ്ത്രീ ഒരുങ്ങുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളുടെ ഡ്രസ്സ് നീക്കം ചെയ്യാൻ ഗ്രാമത്തലവൻ ആവശ്യപ്പെടുന്നു. അത് കേട്ട പെൺകുട്ടി ആകെ വിഷമത്തിലായി മടിച്ചു നിന്നു. ഈ സമയം ആ സ്ത്രീ മുൻപോട്ട് വന്നിട്ട്, ഗ്രാമത്തലവന്മാർ ദൈവത്തിന്റെ പാതിയാണ്. ഈ ടെസ്റ്റ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. നീ അവർ പറയുന്ന അനുസരിച്ചേ പറ്റൂ എന്ന് പറയുന്നു. പെൺകുട്ടി ഒരു ജീവനുള്ള ശവത്തെ പോലെ നിൽക്കേണ്ടി വന്നു. അവളുടെ ഡ്രസ്സുകൾ അവർ മാറ്റുന്നു. ഗ്രാമത്തലവന്മാരുടെ അനുയായികളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവർക്കെല്ലാം ഇതിൽ പങ്കുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. ടെസ്റ്റുകളൊക്കെ പാസ്സായ പെൺകുട്ടിയെ വിവാഹവസ്ത്രം ധരിപ്പിച്ച് രഥത്തിൽ കൊണ്ടുപോകാൻ ഗ്രാമത്തലവൻ ഉത്തരവിടുന്നു. പെട്ടെന്ന് തന്നെ അവർ മലയുടെ അടിവാരത്തിലെത്തുന്നു. പിന്നീടുള്ള യാത്ര കാൽനടയായിട്ടായിരുന്നു. പെട്ടെന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി അവിടെ വീഴുന്നു. അവിടെയുള്ള കല്ലിൽ തട്ടി അവളുടെ കൈ മുറിയുന്നുമുണ്ട്. പെൺകുട്ടിയുടെ പെരുമാറ്റ രീതിയിൽ ഗ്രാമത്തലവന് സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള യാത്രയിൽ അവളുടെ കണ്ണ് മൂടിക്കെട്ടുകയായിരുന്നു. ബുദ്ധിമതിയായ പെൺകുട്ടി പിന്നീട് തന്റെ രക്ഷയെ കരുതി പോകുന്ന വഴിയിലെല്ലാം കൈയിലെ മുറിവിൽ നിന്നുള്ള രക്തം ഇറ്റിച്ചു വീഴ്ത്തുന്നു. അങ്ങനെ ഗുഹയുടെ മുൻപിൽ ചെന്നെത്തുന്ന സമയത്ത് ഗ്രാമത്തലവൻ അവളോട് ദൈവത്തിന്റെ ഭാര്യയായി ഇരിക്കാനും കുഞ്ഞിനെ വഹിക്കാനും തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അവൾ സമ്മതമറിയിക്കുന്നു. അങ്ങനെ സന്തോഷവനായ ഗ്രാമത്തലവൻ അവൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു. അതിനുശേഷം അവളെ ഗുഹയ്ക്കുള്ളിലേക്ക് കടത്തിവിടുന്നു. ഗുഹയ്ക്കുള്ളിൽ കടന്നതിന് ശേഷം എന്തോ പന്തികേട് തോന്നിയവൾ കണ്ണിലെ കെട്ടുകൾ അഴിക്കുന്നു. അവിടെയുള്ള കാഴ്ച കണ്ട് അവൾ ഞെട്ടുന്നു.